കൺസെപ്ഷൻ കുറഞ്ഞ സിംഗിൾ ബാത്റൂമിലേക്ക് കണക്ട് ചെയ്യാവുന്ന എൻ്റെ കയ്യിലിരിക്കുന്ന പോലെ ഇതേപോലത്തെ ചെറിയ ബൂസ്റ്റർ പമ്പുകൾക്ക് വളരെയേറെ ഡിമാൻഡുള്ളൊരു സമയമാണിത്. ഇതിൽ നമുക്കറിയാവുന്ന പോലെ തന്നെ ഏതൊരു പ്രഷർ പമ്പും വർക്ക് ചെയ്യുന്നത് നമ്മുടെ ടാപ്പ് തുറക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവുകയും ടാപ്പ് അടയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുകയാണ് ചെയ്യുന്നത്. അതിൽ തന്നെ മെയിൻലി രണ്ട് തരം സ്വിച്ചിങ് സിസ്റ്റമാണുള്ളത്. ഒന്ന് പ്രഷർ സ്വിച്ച്, മറ്റൊന്ന് ഫ്ലോ സ്വിച്ച്. എൻ്റെ കയ്യിലുള്ള ഈ 250 വാട്ട്സ് വരുന്ന ഫ്ലോ സ്വിച്ചുള്ള ഒരു ചെറിയ സിംഗിൾ ബാത്റൂമിന് കണക്ട് ചെയ്യാവുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും നമസ്കാരം, ഞാൻ എൽദോസ്. തുണ്ടത്തിൽ റൈഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കയ്യിലുള്ളത് ക്ലാസിക് ബ്രാൻഡിൽ വരുന്ന 3/4 ഇഞ്ച് സെക്ഷനും 3/4 ഇഞ്ച് ഡെലിവറി സൈസിൽ വരുന്ന ഫ്ലോ സ്വിച്ചുള്ള മോഡലാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ പ്രഷർ ബൂസ്റ്റർ പമ്പുകൾക്ക് മെയിൻലി രണ്ട് സ്വിച്ചിങ് സിസ്റ്റമാണുള്ളത്. ഒന്ന് പ്രഷർ സ്വിച്ച്, മറ്റൊന്ന് ഫ്ലോ സ്വിച്ച്. ഇതിൽ പ്രഷർ സ്വിച്ചുള്ള മോഡലുകൾ എന്ന് പറഞ്ഞാൽ ലൈനിൽ പ്രഷർ ബിൽഡപ്പ് ചെയ്തതിന് ശേഷം പ്രഷർ റീച്ചായി കഴിയുമ്പോൾ കട്ട് ഓഫ് ആവുന്ന രീതിയിലും പ്രഷർ ഡ്രോപ്പ് വരുമ്പോൾ ഓൺ ആവുന്ന രീതിയിലുമാണ് അത് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രഷർ സ്വിച്ച് വരുന്ന മോഡലുകൾക്ക് സെപ്പറേറ്റ് ലൈനിൽ വെള്ളമില്ലാതെ വന്നു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഓടാതിരിക്കാൻ വേണ്ടി നമ്മളൊരു ഫ്ലോട്ടോ മറ്റു കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് കൊടുക്കണം. എന്നാൽ ഈ സിസ്റ്റത്തിൽ, അതായത് ഫ്ലോ സ്വിച്ചുള്ള മോഡലുകളിൽ വരുന്നത്, ഇത് ഇൻബിൽറ്റ് ഒരു ഡ്രൈ റൺ പ്രൊട്ടക്ഷൻ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ലൈനിൽ വെള്ളം ഒഴുകി കഴിഞ്ഞാൽ മാത്രമാണ് മോട്ടോർ ഓൺ ആവുള്ളൂ. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിലൊരു മിനിമം ഫ്ലോ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് ഓൺ ആവുകയും ചെയ്യുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നമ്മൾ പഴയ പ്ലംബിംഗ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പ്രഷർ സ്വിച്ച് വരുന്ന മോഡലുകളിൽ ലൈനിൽ എപ്പോഴും പ്രഷർ ലോഡ് ചെയ്ത് നിൽക്കും. എന്നാൽ ഇതേപോലത്തെ ഫ്ലോ സ്വിച്ച് ഫ്ലോ ആയി കഴിയുമ്പോൾ മാത്രം മോട്ടോർ ഓൺ ആവുന്ന കാരണം എപ്പോഴും ലൈനിൽ ലോഡായി നിൽക്കില്ല. അപ്പോൾ പഴയ പ്ലംബിംഗ് ലൈൻ വരുന്ന സ്ഥലങ്ങളിലെല്ലാം ഇതേപോലത്തെ ഫ്ലോ സ്വിച്ച് കറക്റ്റ് ആയിരിക്കും. അതായത് നമ്മുടെ പ്ലംബിംഗ് ലൈൻ തള്ളിപ്പോകാനോ ഡാമേജ് വരാനുള്ള സാധ്യതകളൊന്നുമില്ല. അപ്പോൾ ഈ പമ്പിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ നമുക്ക് സൗണ്ട് ചെക്ക് ചെയ്യണം, അതേപോലെ ഇതിൽ എത്ര ഫ്ലോ വരുമ്പോഴാണ് ഇത് ഓൺ ആവുന്നതെന്ന് അറിയണം, ഇത് എത്ര ബാർ വരെ മാക്സിമം റീച്ച് ആവുമെന്ന് അറിയണം, ഇതിൻ്റെ ആവറേജ് ഫ്ലോ എത്ര വരുന്നുണ്ടെന്ന് അറിയണം. അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്ലോ സ്വിച്ചിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, അത് സ്പ്രിംഗ് ടെൻഷൻ്റെയാണ്. അപ്പോൾ അതിൽ നമുക്ക് ഫ്ലോ കുറവാണെങ്കിൽ ഓൺ ആവാൻ രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ മുതൽ സ്റ്റാർട്ടിങ് കറണ്ട്, റണ്ണിങ് കറണ്ട്, അങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിലാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്കിത് ഒരു ലൈനിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമ്മുടെ പമ്പിൻ്റെ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ വെറുതെ ഒരു 3/4 ഇഞ്ചിൻ്റെ ഗാർഡൻ ഹോസ് ഇതിൻ്റെ സെക്ഷൻ സൈഡിലും ഇതിൻ്റെ ഡെലിവറി സൈഡിലേക്ക് കപ്ലിങ് കൊടുത്തിട്ട് നമ്മൾ 1 ഇഞ്ചിൻ്റെ ഒരു PVC ആണ് കൊടുത്തേക്കുന്നത്. നിലവിൽ ഇതൊരു ചെറിയ ഗണ്ണിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഇതേപോലുള്ള ചെറിയ മോഡലിൽ ഗണ്ണിനൊന്നും കൊടുക്കാൻ പറ്റില്ല, എങ്കിലും ഇതിൻ്റെ ജസ്റ്റ് പെർഫോമൻസ് കാണിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മളത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഫ്ലോ സ്വിച്ചുള്ള മോഡലുകൾ ഒരു മിനിമം ഫ്ലോ വന്നാൽ മാത്രമാണ് ഓൺ ആവുള്ളൂ. നമ്മളത് ഓണാക്കി. ഈ ചെറിയ പമ്പ് 250 വാട്ട്സിൻ്റെ ഈ ചെറിയൊരു പമ്പിനെ ഫ്ലോ നിങ്ങൾക്ക് കാണാം. നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ഇത് ഫ്ലോ സ്വിച്ച് ആയതുകൊണ്ട് തന്നെ മിനിമം ഒരു ഫ്ലോ വന്നാൽ മാത്രമാണ് ഓൺ ആവുള്ളൂ. അതിൻ്റെ സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ചെറിയൊരു നോബ് അതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു പരിധി വരെ കുറഞ്ഞ, അതായത് ഫ്ലോ കുറഞ്ഞ ലൈനിൽ നമുക്ക് ഓണാക്കാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ഈ നോസിൽ ശ്രദ്ധിച്ചറിയാം, ഇത്രയും വളരെ ഒരു ചെറിയ ഫ്ലോയേ ഉള്ളൂ. ആ ഫ്ലോ ആയി കഴിയുമ്പോൾ ആ മോട്ടർ ഓൺ ആവുന്നുണ്ട്. ഓക്കെ, ഏറ്റവും ആദ്യം നമുക്ക് ഇതിൻ്റെ കറണ്ട് കൺസപ്ഷൻ എന്തായാലും നോക്കാം. ഒന്ന് ഓൺ ചെയ്തേ. 1.1 സ്റ്റാർട്ടിങ് കറണ്ട് വരുന്നുണ്ട്. 0.9 ആണ് ഇപ്പോൾ മാക്സിമം ലോഡിൽ കാണിക്കുന്നത്. ഒന്ന് വിട്ടിട്ട് ഒന്നുകൂടെ ഓൺ ചെയ്യുമോ, പെട്ടെന്നൊന്ന് ഓൺ ചെയ്തോ. 1.5 വരെ സ്റ്റാർട്ടിങ് കറണ്ട് വരുന്നുണ്ട്. 0.9 ആണ്, 0.8 ഒക്കെയാണ് നോർമൽ ഒരു റണ്ണിങ് കറണ്ട്. അപ്പോൾ 1.5 ആണ് മാക്സിമം സ്റ്റാർട്ടിങ് കറണ്ടും, 0.9, 0.8 ആണ് റണ്ണിങ് കറണ്ട് വരുന്നത്. അപ്പോൾ നമ്മളിത് ഫ്ലോ സ്വിച്ചുള്ള മോഡലാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ ഒരു മിനിമം ഫ്ലോ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് ഓൺ ആവുള്ളൂ എന്നും പറഞ്ഞു. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മളിപ്പോൾ ഏകദേശം ആ ടാങ്ക് ഒന്ന് കാണിക്കാമോ. നമ്മൾ ഏകദേശം നമ്മൾ ഈ വെച്ചിരിക്കുന്ന മോട്ടർ ലെവലിൽ നിന്ന് ഒരു അര മീറ്റർ തന്നെ ഇല്ല, ഒരു ഒരടിയോ ഹൈറ്റിലാണ് നിലവിൽ ആ ടാങ്കിൻ്റെ ബോട്ടം സൈഡ് ഇരിക്കുന്നത്. അങ്ങനെ വരാൻ നേരത്തുള്ള പ്രശ്നം നമുക്ക് ഫ്ലോ സ്വിച്ചുള്ള മോഡലുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ ആ വാട്ടർ ടാങ്കിൻ്റെ അതേ ലെവലിൽ തന്നെ നമ്മളിത് ഞെക്കി ഓണാക്കിയാൽ ഇത് ഓണാവില്ല. കാരണം ഇതിന് സ്വിച്ച് ചെയ്യാനുള്ള ഒരു മിനിമം ഫ്ലോ അതിൽ എത്തിയിട്ടില്ല. മറിച്ച് നമ്മൾ താത്തി ഈ ഒരു ടാങ്ക് ലെവലിൽ നിന്ന് താഴെ വന്ന ഒരു മിനിമം ഫ്ലോ എത്തിക്കഴിഞ്ഞപ്പോൾ അത് ഓണായി. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഒരു തവണ ഓണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഓൾറെഡി ഫ്ലോ ഉണ്ടെങ്കിൽ നമ്മളത് പൊക്കി പിടിച്ചാലും വർക്ക് ചെയ്യും. മറിച്ച് നമ്മളിത് ഹൈറ്റിൽ പൊക്കി പിടിച്ചിട്ട് നമ്മളത് ഓണാക്കി ഫ്ലോ ആയാലും അത് ഓണാവില്ല. ആ ടാങ്ക് ലെവലിൽ നിന്ന് അതിന് വേണ്ട ഒരു മിനിമം ഫ്ലോ റീച്ച് ആയി കഴിഞ്ഞാൽ മാത്രമാണ് അത് ഓണാവുള്ളൂ. അത് ഫ്ലോ സ്വിച്ചിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഇത് വാഷിംഗ് മെഷീനിലൊക്കെ യൂസ് ചെയ്യാൻ നേരത്ത് വളരെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. മിക്ക വീടുകളിലും ഇതേപോലെ ചെറിയൊരു ഹൈ ഡിഫറൻസിലായിരിക്കും നമ്മുടെ വാഷിംഗ് മെഷീനും ടാങ്കൊക്കെ ഇരിക്കുന്നത്. ചിലപ്പോൾ ചെറിയ ഹൈറ്റ് ഉണ്ടാകും, ചിലപ്പോൾ ഒരേ ലെവലായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന ഒരു മിനിമം ഫ്ലോ അതിൽ കിട്ടിയെന്ന് വരില്ല. ആ മിനിമം ഫ്ലോ കിട്ടിയാൽ മാത്രമാണ് ഫ്ലോ സ്വിച്ചുള്ള മോഡലുകൾ ഓൺ ആവുള്ളൂ. അപ്പോൾ അങ്ങോട്ടെല്ലാം റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നത് പ്രഷർ സ്വിച്ചുള്ള മോഡലാണ്. പ്രഷർ സ്വിച്ച് ആയി കഴിയുമ്പോൾ ഹൈ ഡിഫറൻസോ മറ്റു കാര്യങ്ങളൊന്നും പ്രശ്നമില്ല. ഇനി നമുക്കിതൊരു ഷവറിലേക്ക് കണക്ട് ചെയ്യാനുണ്ട്, ഇതിൻ്റെ പ്രഷർ ചെക്ക് ചെയ്യാനുണ്ട്. ഈ മോട്ടറിൻ്റെ ഏകദേശം ഒരു പെർഫോമൻസ് വ്യത്യാസം, നമ്മളിപ്പോൾ ഇത് മോട്ടർ ഓഫ് ചെയ്തിട്ടേക്കാണ്, മോട്ടർ ഇല്ലാത്ത സമയത്തുള്ള നമ്മുടെ ഇപ്പോഴത്തെ വാട്ടർ ടാങ്കിൽ നിന്നുള്ള ഫ്ലോ ആണ്. ഇനി ആ മോട്ടർ ഒന്ന് ഓൺ ചെയ്യൂ.
ഉണ്ടോ, ഇത്രയും വ്യത്യാസമാണ് വരുന്നത്. അതായത് ഇത് വണ്ടി കഴുകാമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു വളരെ ലൈറ്റ് ഡ്യൂട്ടി പർപ്പസിനൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് ഓഫ് ചെയ്യോ. വെള്ളം, അതായത് നമ്മൾ ടാങ്കിൽ നിന്ന് മോട്ടർ കണക്ട് ചെയ്യാത്തപ്പോൾ ഉള്ളൊരു പെർഫോമൻസാണ് ഇപ്പോൾ കാണുന്നത്. ഒന്ന് ഓൺ ചെയ്യോ. അത്യാവശ്യം ഇത്രയും പെർഫോമൻസ് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, ഓക്കെ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ മാക്സിമം ജനറേറ്റ് ചെയ്യുന്ന പ്രഷറാണ് അറിയേണ്ടത്. അപ്പോൾ നമ്മൾ നോസിൽ പയ്യെ ലൈറ്റായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. 1.5 ബാർ വരെ അതിൻ്റെ നോസിൽ പ്രഷർ ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ പയ്യെ വാൽവ് അടയ്ക്കുകയാണ്. മാക്സിമം 2 ബാർ. അപ്പോൾ 1.5 to 2 ബാർ വരെ ഈസിലി നമുക്കിതിൻ്റെ നോസിൽ പ്രഷർ കിട്ടും. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് ഫ്ലോ സ്വിച്ചുള്ള മോഡലായതുകൊണ്ട് ഒരിക്കലും ലൈനിൽ പ്രഷർ ലോഡ് ചെയ്ത് നിൽക്കില്ല. നമ്മൾ അടയ്ക്കുമ്പോഴേക്കും മോട്ടർ ഓഫ് ആവും. അതായത് വാൽവ് കംപ്ലീറ്റ് അടയുന്നതിന് മുമ്പ് തന്നെ മോട്ടർ ഓഫ് ആവുന്നതുകൊണ്ട് ലൈനിൽ പ്രഷറോ മറ്റു കാര്യങ്ങളൊന്നും ലോഡ് ചെയ്ത് നിൽക്കില്ല. പ്രഷർ കയറി നമ്മൾ ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഓക്കെ 2 ബാർ വരെ ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. 2 ബാർ എത്തുമ്പോഴേക്കും മോട്ടർ കട്ട് ഓഫ് ആവും. ലൈനിലുള്ള ഫ്ലോ അത്രയും കുറയും, മോട്ടർ ഓഫ് ആവും. ഇതിൽ വരുന്ന ഫ്ലോ സ്വിച്ച് നമുക്ക് ഈസിലി നമുക്ക് റീപ്ലേസ് ചെയ്ത് ഇടാവുന്നതാണ്. ഇതുപോലെ ഒരു പ്ലഗ് ആൻഡ് പ്ലേ പോലെ ഒരു സംഗതിയാണ് കൊടുത്തേക്കുന്നത്. നമ്മളിതാ ഇതുപോലെ വെറുതെ ഒരു പുതിയ ഫ്ലോ സ്വിച്ച് വാങ്ങിച്ചിട്ട് ഇങ്ങനെ കയറ്റി വെറുതെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മതി. ഈ ഫ്ലോ സ്വിച്ച് നമുക്ക് ഈസി ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റാണ്. ഇതിൻ്റെ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ഈ പ്ലസ് മൈനസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടാവും. അതായത് നമ്മൾ പോസിറ്റീവിലേക്ക്, അതായത് പ്ലസ്സിലേക്ക് പോകുന്തോറും അത് കൂടുതൽ സെൻസിറ്റീവ് ആവും. ചെറിയൊരു ഫ്ലോ മീൻസ് അതിൻ്റെ മിനിമം ഫ്ലോ എത്തിക്കഴിഞ്ഞാൽ ഓൺ ആവും. മറിച്ച് നമ്മളിത് ചെറുതാക്കി വെച്ചിട്ട് നമ്മൾ മൈനസിലേക്ക് പോകുന്തോറും കൂടുതൽ ഫ്ലോ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് സ്വിച്ച് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് ഡിഫറൻസ് കുറഞ്ഞ സ്ഥലങ്ങളിലും നമുക്ക് ഫ്ലോ കുറവുള്ള സ്ഥലമായതുകൊണ്ട് ഇത് മാക്സിമം പ്ലസ്സിൽ തന്നെ ഇട്ട് വയ്ക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഷവറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. 6 ഇഞ്ച് ഷവറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് അത്യാവശ്യം നല്ല പെർഫോമൻസിൽ 6 ഇഞ്ച് ഷവർ. ഇത് ശരിക്കും പറയുന്നത് സിംഗിൾ ബാത്റൂമിലേക്ക് സിംഗിൾ പോയിൻറ്റോ അത്യാവശ്യം 2 പോയിൻറ്റുകൾ വരെ ബൂസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് പമ്പ് വരുന്നത്. ഇതിപ്പോൾ ഒരു സിംഗിൾ ഷവറിലേക്കാണ് കൊടുക്കുന്നതെങ്കിൽ അത്യാവശ്യം നല്ല പെർഫോമൻസിൽ നമ്മൾ 1.5 to 2 ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പെർഫോമൻസ് തന്നെയാണ്. അതേപോലെ ഇവർ പറയുന്നത് 35 ലിറ്റർ വരെയാണ് ഡിസ്ചാർജ് പറയുന്നത്. അപ്പോൾ ഏകദേശം നമുക്കൊരു 1800 to 2000 ലിറ്റർ പെർ അവർ ഡിസ്ചാർജും കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ലൈനിൽ മോട്ടർ കണക്ട് ചെയ്യാത്തപ്പോഴുള്ള ഫ്ലോ ആണ്. മോട്ടർ നമ്മൾ ഓഫ് ചെയ്തിട്ടേക്കാണ്. ഒന്ന് ഓൺ ചെയ്യാമോ. മോട്ടർ കണക്ട് ചെയ്യുമ്പോഴുള്ള ഫ്ലോ ആണ്. 2 എണ്ണം മാത്രം വേറെ വഴിക്ക് പോകുന്നുണ്ട്. അത് നമ്മുടെ 2 നോസിലുള്ള റബ്ബർ പോയിരിക്കുന്നതുകൊണ്ടാണ്. നല്ല പെർഫോമൻസ് ഉണ്ട്. ഒന്ന് ഓഫ് ചെയ്യാമോ. നോർമലി ഇത്രയും ഫ്ലോ ഉള്ള ലൈനിൽ നമ്മൾ ആ മോട്ടർ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഓൺ ചെയ്ത് ഇത്രയും പെർഫോമൻസ് വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ മോട്ടർ മാനുവലായിട്ട് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഷവർ അടച്ചാൽ തന്നെ മോട്ടർ ഓഫാവും. വാൽവ് തുറന്നാൽ മോട്ടർ ഓൺ ആവുകയും ചെയ്യും. ഇത് ശരിക്കും 3 മോഡുകളാണ് ഈ പമ്പിൻ്റെ സ്വിച്ചിങ്ങിൽ വരുന്നത്. ഒന്ന് ഇപ്പോൾ നമ്മൾ ഒരു വരെയുള്ളതെന്ന് പറഞ്ഞാൽ മാനുവൽ മോഡാണ്. ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്ലോ സ്വിച്ച് ഇല്ലാതെ നമ്മൾ സാധാരണ സ്വിച്ച് ഇടുമ്പോൾ എങ്ങനെ ഓൺ ആവും, സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ എങ്ങനെ ഓഫ് ആവും, അതേപോലെ തന്നെ ഇത് വർക്ക് ചെയ്യും. നടുക്കുള്ളത് ഓഫ് മോഡാണ്. ഈ 2 വരെയുള്ളത് ഓട്ടോ മോഡ്. അതായത് നമ്മളിത് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ ഷവർ തുറക്കുമ്പോഴോ ടാപ്പ് തുറക്കുമ്പോഴോ നമുക്ക് ഡിമാൻഡുള്ള സമയത്ത് മാത്രം വർക്ക് ചെയ്യുന്ന രീതിയിലാണ് ഈ ഓട്ടോ മോഡ്. അതേപോലെ തന്നെ ടാപ്പ് അടയോ വാൽവ് അടയോ ചെയ്യുമ്പോൾ തനിയെ ഓഫ് ആവുകയും ചെയ്തോളും. നമ്മൾ നോർമലി ഇത് സെറ്റ് ചെയ്യേണ്ടത് ഓട്ടോ മോഡിലാണ്. ക്ലാസിക്കിൻ്റെ ഈ 250 വാട്ട്സ് വരുന്ന ഏകദേശം 2 ബാർ വരെ പ്രഷറും സിംഗിൾ ബാത്റൂം ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല പെർഫോമൻസ് ഉള്ളൊരു മോഡലാണിത്. ഇതിൻ്റെ ഏകദേശ പ്രൈസ് വരുന്നത് 5000 രൂപയാണ്. ഇനി നമ്മൾ ഈ ഡെമോ ചെയ്ത ഈ ഒരു സിംഗിൾ പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ആ കമൻറ്റിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് 50% ഡിസ്കൗണ്ടിൽ, അതായത് 5000 രൂപ വരുന്ന ഈ പമ്പ് 2500 രൂപയ്ക്ക് ഏതെങ്കിലും ഒരാൾക്ക് സെലക്റ്റഡ് കമൻറ്റിൽ നിന്ന് ഒരാൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലുള്ള കൂടുതൽ വീഡിയോസിനും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസിനൊക്കെ ആയിട്ട് തുണ്ടത്തിൽ ട്രേഡേഴ്സ് എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.